ഗൈസ്, ഞങ്ങളുടെ അഞ്ജുവിന്റെ കല്യാണം കണ്ടാലോ? അപ്പൊ എല്ലാരും വാ. ഈ നിൽക്കുന്ന സുന്ദരിയാണ് ഞങ്ങളുടെ അഞ്ജു. ഈ ഓറഞ്ച് ഗൗൺ ഉള്ളവരൊക്കെ ബ്രൈഡ്സ് മെയ്ഡ് ആണ്. അങ്ങനെ രാവിലെ 8 മണിയോട് കൂടിയിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടുണ്ടേ. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതേ നേരെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീട്ടില് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇതേ നേരെ പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കല്യാണം കോട്ടപ്പടിയിൽ വെച്ചായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ കോട്ടപ്പടി പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാ കോട്ടപ്പടി പള്ളിയിലേക്ക് വരണേ. ഈ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ചുള്ളനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗ്രൂപ്പ്. പള്ളിയിൽ പരിപാടി തുടങ്ങാൻ കുറച്ച് ലാഗ് ആയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കാഴ്ച സമർപ്പണമൊക്കെ കഴിഞ്ഞു. 12:15 കൂടിയിട്ട് കെട്ടു നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം സാരിമെന്ന് പിരിച്ചെടുത്ത നൂലോണ്ട താലികെട്ട, അത് കഴിഞ്ഞിട്ട് ഗോൾഡ് കൊണ്ടും കെട്ടി, പിന്നെ തലയിൽ മന്ത്രകോടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്ത്യൻ വെഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ കല്യാണം മോതിരം ഇട്ട് കൊടുത്തു. അവരുടെ കല്യാണം കഴിഞ്ഞു. നല്ല ഹാപ്പി കപ്പിൾ അല്ലേ? നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്കും ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യാം. അത് കഴിഞ്ഞ് റിസപ്ഷന്റെ ഹാളിലേക്ക് എത്തി. പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു ഹാളും. ബ്രൈഡിന്റെ ഗ്രൂമിന്റെ ഒന്നും എൻട്രി എടുക്കാൻ പറ്റിയില്ല. അടിപൊളിയായിരുന്നു എൻട്രി. കുഞ്ഞു മക്കളുടെ നല്ല ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫാമിലിയും ബ്രൈഡും ഗ്രൂമും ഒക്കെ ആയിട്ട് മെഴുകുതിരി കത്തിച്ചു. പിന്നെ കേക്ക് കട്ട് ചെയ്തു, അത് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ വൈൻ ടോസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾ ഒന്നും കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാതെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി. ഈ ഗൗൺ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാ കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യാം, നോ പ്രോബ്ലം. അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ അഞ്ജുവിനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോയി. ചേട്ടന്റെ വീട് പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു, അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ അതേ വിളക്കൊക്കെ കൊടുത്ത് അവളത് വീടിനകത്തേക്ക് കയറ്റിട്ടുണ്ട്. അഞ്ജു ഞങ്ങളുടെ ആരാന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ? അഞ്ജു ഞങ്ങളൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പള്ളിയിൽ ഒരുമിച്ച്, സ്കൂളിൽ ഒരുമിച്ച്, ഇനിയിപ്പം ബസ്സിലാണെങ്കിൽ ബസ്സിൽ ഒരുമിച്ച്. പിന്നെ അവള് ജോലിക്ക് കിട്ടിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പപ്പയും മമ്മിയും കൂടി അവളുടെ കൈ ചേട്ടന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ആ കൈ എടുത്ത് ചേട്ടന്റെ കയ്യിലേക്കും കൊടുത്തു. പിന്നെ നമ്മുടെ ക്യാമറ ചേട്ടന്മാര് അവളെ മാക്സിമം കരയിക്കാൻ വേണ്ടിയിട്ട് പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ അവസാനം കരഞ്ഞിട്ടുണ്ട്. ഈ ഒരു കരച്ചിൽ കാണുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ സ്ഥിരം വരണ ഒരു ചോദ്യ, എന്തിനാ പെൺപിള്ളേരെ കെട്ടിച്ചു വിടണേ? ചെക്കന്മാർ അങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നൂടെ? അല്ലേ? അതല്ലേ അതിന്റെ ഒരു ശരി, ഇക്വാലിറ്റി അല്ലേ? പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ അഞ്ജുവിന്റെ കല്യാണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ബൈ.